പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് റിഫ്രാക്ഷന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത്. ഇപ്പോൾ റിയൽ ഡെപ്ത്, അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കുള്ള ഡെപ്തിനാണ് നമ്മൾ എന്ത് പറയല്, റിയൽ ഡെപ്ത് എന്ന് സംസാരിക്കുക. ശരിക്കുള്ള ഡെപ്താണ്. പക്ഷെ ശരിക്കുള്ള ഡെപ്ത് പല സന്ദർഭത്തിലും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് അനുഭവപ്പെടുന്ന പ്രത്യക്ഷത്തിലുള്ള ഡെപ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അപ്പാരൻറ്റ് ഡെപ്ത്. നിങ്ങൾ കണ്ടില്ലേ, ചില ആഴമുള്ള നല്ല ക്ലിയറുള്ള വെള്ളത്തിലേക്ക്, കുളത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് തീരെ ആഴില്ലാത്തതായിട്ട് ഫീൽ ചെയ്യും. ഷാലോവറായിട്ട്, ഡെപ്ത് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഇറങ്ങുമ്പോഴായിരിക്കുള്ള ആഴെല്ലാം കൂടി അറിഞ്ഞൂടുക, അല്ലേ? പലപ്പോഴും ഫീൽ ചെയ്തില്ല അങ്ങനെ? നമ്മൾ തീരെ ആഴില്ല എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ ഇനി കുളത്തിലേക്കൊന്നും പോകണമെന്നില്ല. അതൊരു ബക്കറ്റിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ പോലും അതിൻ്റെ അടിഭാഗത്ത് ചില സമയത്ത് നമ്മൾ കുത്തനെ നോക്കുമ്പോഴല്ല, ലേശൊരു ആംഗിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒബ്ലിക് ഇൻസിഡൻസിൽ നമുക്ക് അതിൻ്റെ ബോട്ടം പാർട്ട് ഒരുപാട് റേസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്ന ഡെപ്തിനാണ് നമ്മൾ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ. ശരിക്കുള്ള ഡെപ്താണ് റിയൽ ഡെപ്ത്. യഥാർത്ഥ ഡെപ്തിനെ മറച്ചു വെച്ചുകൊണ്ട്, റിയൽ ഡെപ്ത് മറച്ചു വെച്ചുകൊണ്ട് അപ്പാരൻറ്റ് ഡെപ്ത് നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അങ്ങനെ ഈ റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെറിയൊരു ഡെറിവേഷനാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ നോക്കൂ, ഈ കാണിക്കുന്ന ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, ഇവിടെ ഞാനൊരു ബീക്കറിൽ, അതൊരു ബീക്കറാണ്, അതിൽ വെള്ളമാണെന്ന് കരുതിക്കൊള്ളും. എന്ന് വെച്ചാൽ പുറത്ത് റയറർ മീഡിയം ഉണ്ടോ, പുറത്ത് റയറർ മീഡിയം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ NR എന്ന് കൊടുത്ത്, N അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് R. അതുപോലെ ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് ഡെൻസർ മീഡിയമാണ് വെൻ കമ്പയർഡ് വിത്ത് ദ ഔട്ട്സൈഡ് മീഡിയം ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മാർക്ക്ഡ് ആസ് ND. മനസ്സിലായല്ലോ? ഇനിയൊക്കെ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹിയർ ഈസ് എൻ ഒബ്ജക്റ്റ് O. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ. ഈ ഒബ്ജക്റ്റ് അപ്പോൾ എത്ര ഡെപ്തിലാണ് ശരിക്കും പറഞ്ഞാൽ? AO ആണ് അല്ലേ? AO അല്ലേ ശരിക്കും ഇതിൻ്റെ ഡെപ്ത്? ഈ AOനെയാണ് നമ്മൾ റിയൽ ഡെപ്ത് എന്ന് വിളിക്കുന്നത്. റിയൽ ഡെപ്ത് കണ്ടോ, റിയൽ ഡെപ്ത്, അതിനാണ് സ്മോൾ ലെറ്റർ T എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. AOനെയാണ് നമ്മൾ റിയൽ ഡെപ്ത്. മനസ്സിലായല്ലോ? അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഈ ഓയിൽ നിന്ന് നോക്കൂ, ഒരു ഒബ്ജക്റ്റ് ആണല്ലോ, ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, സ്ട്രെയിറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി കണ്ടോ, റെഡി. അപ്പോൾ ഇത് നോർമൽ ഇൻസിഡൻസ് ആണ്, കാരണം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇൻ്റർഫേസിൽ വന്നിട്ട് ഇത് ഇൻസിഡൻറ്റ് ചെയ്ത്. അങ്ങനെ ആകുമ്പോൾ അവിടെ ബെൻഡിങ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയി. ക്ലിയർ അല്ലേ? മറ്റൊരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഈ ഒബ്ജക്റ്റിൽ നിന്ന് നോക്കൂ, ഇതിലൂടെ പോയിട്ട് ഇവിടെ എത്തി B എന്ന പോയിന്റിൽ അവിടെ ബിയിൽ ഇൻസിഡൻറ്റ് ചെയ്തു. ബിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ ഇത് ഡെൻസർ മീഡിയം ആണ്. ശരിക്ക് അതിനെ മീഡിയം കണ്ടിന്യൂ ചെയ്യായിരുന്നെങ്കിൽ ഈ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ പോകുമായിരുന്നേനെ അല്ലേ, ഈ ഒരു ഡയറക്ഷനിൽ പോകുമായിരുന്നു. പക്ഷെ ഇവിടെ മീഡിയം ചേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നെ ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമലിൽ നിന്ന് അകന്ന് ബെൻഡ് ചെയ്തു. ഉണ്ടാവും ലൈക്ക് ദിസ്, നോർമലിൽ നിന്ന് അകന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഡെൻസർ ടു റയറർ മീഡിയം ആണ്. ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. മനസ്സിലായി? ഇതാണ് ആക്ച്വലി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പക്ഷേ നോക്കൂ, ഇവിടെ ഇത് നോർമലാണ്, ഈ ലൈനും ഇവിടെ ഇത് രണ്ടും പാരലൽ അല്ലേ, അതുകൊണ്ട് ഈ ആംഗിളും എന്താണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഇതും I. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് ന്യൂമറിക്കലി അല്ലെങ്കിൽ ജിയോമെട്രിക്കലി ആ ആംഗിൾ ഇതിന് ഈക്വൽ ആണെന്ന് മാത്രം. അതുപോലെ നോക്കൂ, ഇവിടെ ഫൈനലി റേ ഓഫ് ലൈറ്റ് ഇങ്ങനെയല്ലേ പോയത്. അപ്പോൾ ഇവിടെ ഒരാള് കണ്ണാണ് ഇവിടെ വരച്ചിട്ടുള്ളത്, ഒബ്സർവർ, ഇയാളാണ് കാണുന്നത്. അപ്പോൾ നോക്കൂ, ഇതൊരു ഫിഷാണെന്ന് കരുതിക്കോളൂ, ഇതൊരു ഫിഷർമാനുമാണ്. അപ്പോൾ ഇവിടെയുള്ള ഫിഷിനെ ഈ ഫിഷർമാൻ കാണുന്നത് എങ്ങനെ നോക്കിയോളൂ കേട്ടോ. ഈ ഫിഷിൽ നിന്ന്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്, നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേ ഓഫ് ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് ആ ഒബ്ജക്റ്റ് നമ്മൾ കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കൂ, ഇവിടെ ഒബ്ജക്റ്റ് ഇതാ, ഫിഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫിഷിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഇയാൾക്ക് വന്നത്. പക്ഷേ ഈ ഒബ്സർവർ, ഫിഷർമാന് ഇതിനെ കാണുന്നത് നോക്കൂ, ഫിഷർമാൻ്റെ അടുത്തേക്ക് റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഫിഷർമാൻ മനസ്സിലാക്കുന്നത് ആ റേ ഓഫ് ലൈറ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത് നോക്കുക നേരെ ഇവിടെ നിന്നാണ്. അതായത് O എന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജാണ് ഇവിടെ ഈ Iയിലാണ്, മീൻസ് I എന്ന സ്ഥലത്താണ് ഫിഷർമാൻ ഈ O എന്ന ഒബ്ജക്റ്റിനെ കാണുന്നത്.
കാരണം ഇപ്പോൾ നോക്കും, ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ സൈഡിൽ നിന്ന് ചോക്ക് കൊണ്ട് അങ്ങനെ എറിഞ്ഞു എന്നിരിക്കും, അങ്ങനെ വളഞ്ഞിട്ട് ഇവിടെ ഈ സൈഡിൽ കൂടെ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കൽ എന്താ, ബാക്ക് അതിലിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് അല്ലേ, ആ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ അയാളാണ് അത് എറിഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന പോലെ ഈ റേ ഓഫ് ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, കാരണം കർവ് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇവിടുന്ന് വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഡയഗ്രം നോക്കിയോളൂ. ഇത് റിയൽ ഡെപ്ത് നമ്മൾ കണ്ടു. ഈ AI ഇതാണോ, ദിസ് AI ഈസ് ദ അപ്പാരന്റ് ഡെപ്ത്. അപ്പാരന്റ് ഡെപ്ത് T' AI ഈസ് അപ്പാരന്റ് ഡെപ്ത് T'. അതാണ് അപ്പാരന്റ് ഡെപ്ത്. മനസ്സിലായല്ലോ? വ്യക്തമല്ലേ അത്രയും കാര്യങ്ങൾ? ഇനി നമുക്ക് ഈ റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ആ റിലേഷൻ കണ്ടെത്താൻ പോവാം. നോക്കൂ, വളരെ സിമ്പിൾ ജിയോമെട്രി വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നോക്കൂ, ട്രയാങ്കിൾ ഇവിടെ നോക്കൂ, ഇവിടെ ഞാനിതാ ഈ ട്രയാങ്കിൾ എടുക്കുക, AOB. ഫ്രം ട്രയാങ്കിൾ AOB എന്നുള്ള ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് സൈനൈ കാണാം. സൈനൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് OB. മനസ്സിലായല്ലോ? ഓക്കെ. സിമിലർലി സൈനാർ ഇസ് ഈക്വൽ ടു, അതേത് ട്രയാങ്കിളിലാണ്, AIB എന്നുള്ള ട്രയാങ്കിൾ കേട്ടോ. ഫ്രം ട്രയാങ്കിൾ AIB, ഈ ട്രയാങ്കിൾ സൈനാർ ഇസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ IB. ക്ലിയർ അല്ലേ? യെസ്. ഇത് നോക്കൂ, നമുക്ക് ഞാനിതിനെ എഴുതാൻ പോവാണ്. നമ്മൾ സൈനൈ ബൈ സൈനാർ കണ്ടെത്താൻ പോവാം. സൈനൈ ഡിവൈഡഡ് ബൈ സൈനാർ ഇസ് ഈക്വൽ ടു, അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താ, സൈനൈ ബൈ സൈനാർ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സൈനൈ ബൈ സൈനാർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് മീഡിയം. അപ്പോൾ ഇവിടെ സെക്കൻഡ് മീഡിയം ഇവിടെ അപ്പോൾ സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ ഈ പുറത്തെ റയറർ മീഡിയം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം NR ഡിവൈഡഡ് ബൈ ND. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ ഇതിനെ ഒന്നും കൂടെ മാറ്റാൻ പോവാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈനൈക്ക് നമുക്ക് AB ഡിവൈഡഡ് ബൈ OB ഇൻറ്റു സൈനാർ IB ഡിവൈഡഡ് ബൈ AB. ഡിവൈഡഡ് ബൈ സൈനാറാണ്, ഡിവൈഡഡ് ബൈ ഞാൻ തിരിച്ചിട്ട് അല്ലേ, ഡിവൈഡഡ് ബൈ സൈനാറാണ്. അപ്പോൾ AB ഇവിടെ, IB ഇവിടെ. അപ്പോൾ നമുക്ക് AB ക്യാൻസൽഡ്. പിന്നെ ദിസ് ഈസ് ഈക്വൽ ടു ആരാണ്, NR ഡിവൈഡഡ് ബൈ ND. ഇനി ഞാൻ ഇതിനെ റെസിപ്രോക്കൽ എടുക്കുക, അപ്പോൾ OB ഡിവൈഡഡ് ബൈ IB ദാറ്റ് ഈസ് ഈക്വൽ ടു ND ഡിവൈഡഡ് ബൈ NR. എന്തിനാന്ന് ഞാൻ പറയാം. ഇതിനെയാണ് നമ്മൾ NDR എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു റയറർ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു റയറർ മീഡിയം. ഇത് മനസ്സിലായല്ലോ? ഇത്രയും കിട്ടിയില്ലേ? അവിടെ നിൽക്കട്ടെ. ഇത് നോക്കൂ, OB ആരാന്നൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി ചെയ്യാം. വെൻ B ഈസ് വെരി ക്ലോസ് ടു A, B എന്ന് പറഞ്ഞ പോയിന്റ്, വെൻ B ഈസ് വെരി ക്ലോസ് ടു ക്യാപിറ്റൽ A, ദെൻ എന്താ സംഭവിക്കുക, B Aൻ്റെ വളരെ അടുത്താണെങ്കിൽ, അപ്പോൾ നോക്കൂ, B എന്ന് പറഞ്ഞാൽ സപ്പോസ് അപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കും, ഈ B ഇവിടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ OB എന്ന് പറഞ്ഞാലും OA എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ. OB ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു OA. അപ്പോൾ OB ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു OA. ആൻഡ് നോക്കൂ, IB എന്ന് പറഞ്ഞത് IAക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് IB അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IA. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്താവുക, ഇക്വേഷൻ 1 ഇംപ്ലൈസ് NDR ഈസ് ഈക്വൽ ടു OB ആരാണ്, OA ഡിവൈഡഡ് ബൈ IB ആരാണ്, IA. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ, OA നോക്കൂ, OA എന്ന് പറഞ്ഞാൽ ആരാ, റിയൽ ഡെപ്ത്. AI എന്ന് പറഞ്ഞാൽ ആരാ, അപ്പാരന്റ് ഡെപ്ത്. അപ്പോൾ റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. NDR ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. മനസ്സിലായോ? NDR ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ T ബൈ T' കേട്ടോ. റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള റിലേഷൻ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്.
അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വളരെ ജോമെട്രിയാണ്. ഇനി ഞാൻ പറയുന്നത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാനും പിന്നെ അത് അംഗീകരിക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറയാം, ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അത് പറയാം. അപ്പോൾ അതുവരെ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവൽ നിർബന്ധമാണ്. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, ഈ ഇക്വേഷൻ ഇങ്ങനെയല്ല ഉണ്ടാവുക. എൻ ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നാണ്ടാവുക. പക്ഷേ ഇത് മോർ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഞാൻ തന്നത്. നമുക്ക് നോക്കാം. ഇത് നോക്കൂ, ഇതാണ് എൻ ഡി ആർ ഇസ് ഈക്വൽ ടു എൻ ഡി ആർ ഇസ് ഈക്വൽ ടു എൻ ഡി ഡിവൈഡഡ് ബൈ എൻ ആർ, റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, ഈ റയറർ മീഡിയം എയർ ആണെങ്കിലോ, വെൻ ദ റയറർ മീഡിയം ഈസ് എയർ ദെൻ എൻ ആർ അപ്പം എന്തായി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അപ്രോക്സിമേറ്റ്ലി 1 ആണ്. പിന്നെ എൻ ഡി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ ആകെ ഒരു മീഡിയമല്ലേ ഉള്ളൂ. ആ മീഡിയത്തിന് നമുക്ക് എൻ വിളിച്ചാൽ മതി. അപ്പോൾ എൻ ഡി ബൈ എൻ ആർ എന്താവും, എൻ ബൈ 1 ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. കണ്ടോ, ഈ സ്പെഷ്യൽ കേസ് എയർ ആവുന്ന കേസ് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. ഒന്നുമില്ല, ഞാൻ ഈ ക്വസ്റ്റൻ ഇങ്ങോട്ട് എടുത്തുന്നുള്ളൂ. നേരെ എയർ എന്ന് പറയുന്നതിന് പകരം എവിടേക്കും അത് ഫിറ്റ് ആവും. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കണം, ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റയറർ ആണ്. സ്നെൽസ് ലോയിൽ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആണ്. അത് രണ്ടും മാറിപ്പോരുത്. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, നമ്മുടെ ആ ഡയഗ്രാം ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് നോക്കും. ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ അപ്പോൾ ഇവിടെ അല്ലേ കണ്ടത് ആണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഷിഫ്റ്റ് ചെയ്തത് അല്ലേ, ഷിഫ്റ്റ്. അപ്പോൾ ഷിഫ്റ്റ് എസ് ഇസ് ഈക്വൽ എന്താ, റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത് അല്ലേ. ഇപ്പോഴല്ലേ ഇത് കിട്ടുക, ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇത്ര ഷിഫ്റ്റ് ചെയ്ത്. ആ ഷിഫ്റ്റിനുള്ള ഇക്വേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഷിഫ്റ്റ് എസ് ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി ഡാഷ്. അപ്പോൾ ഈക്വൽ ടു ടി മൈനസ് എൻ ഇസ് ഈക്വൽ ടു ടി ബൈ ടി ഡാഷ് അല്ലേ. എൻ ഇസ് ഈക്വൽ ടു ടി ബൈ ടി ഡാഷ് ഇംപ്ലൈസ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി ബൈ എൻ. കണ്ടോ, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി ബൈ എൻ. ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ നമുക്ക് ടി മൈനസ് ടി ബൈ എൻ. അപ്പോൾ ടീനെ പുറത്താക്കി 1 മൈനസ് 1 ബൈ എൻ. മനസ്സിലായോ? അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 1 ടി ഇൻറ്റു 1 മൈനസ് 1 ബൈ എൻ. ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ്. ഒന്നുമില്ല, റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത് എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ, ഇനി ഈ ഇക്വേഷൻ മാത്രം നോക്കൂട്ടോ. എൻ ഇസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ ടി ഡാഷ് അല്ലേ. എൻ ഇസ് ഈക്വൽ ടു ടി ബൈ ടി ഡാഷ്. പക്ഷേ ഈ ഇക്വേഷന് നമുക്ക് ഉപയോഗിക്കാൻ ഈ മൊത്തം ഇക്വേഷൻസ് ശരിക്കും നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത് നോർമൽ ഇൻസിഡൻസിലാണ്. കുത്തനെ നോക്കുമ്പോഴേ അത് പറ്റുള്ളൂ. പല ആളുകളുടെയും ധാരണ കുത്തനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ ഡെപ്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ പറഞ്ഞില്ലേ, വളരെ ഒരു ഇൻ്റലിജൻറ്റ് അസംഷനാണ് കൊടുത്തത്. വെൻ ബി ഈസ് വെരി ക്ലോസ് ടു ക്യാപിറ്റൽ പറഞ്ഞാൽ ഈ ബി എൻ്റെ അടുത്തെത്തണം. ഈ ബി എൻ്റെ അടുത്തെത്തി പറഞ്ഞാൽ നമ്മൾ നോട്ട് ആൾമോസ്റ്റ് കുത്തനായില്ലേ. മനസ്സിലായല്ലോ? നോട്ടം ആൾമോസ്റ്റ് അപ്പോൾ വെർട്ടിക്കലായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയോ 45 ഡിഗ്രി ആകുന്ന സമയത്ത് അപ്പാരന്റ് ഡെപ്ത് കാണാൻ ഒരിക്കലും നിങ്ങൾ എൻ ഈക്വൽ ടു ടി ബൈ ടി ഡാഷ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അത് നോർമൽ ഇൻസിഡൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ചില ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും. വന്നോട്ടെ, പേടിക്കണ്ട കേട്ടോ. ഞാൻ തന്നെ ആ ഡൗട്ട് പറഞ്ഞ് ഞാൻ തന്നെ ആൻസർ പറയണില്ല. നിങ്ങൾ ആ ഡൗട്ട് നിങ്ങൾ വരട്ടെ, നിങ്ങൾ ആ ഡൗട്ടുകൾ ചോദിക്കൂ. അപ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏതായാലും റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങണം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ 1 സെക്കൻഡ്. യെസ്, അപ്പാരന്റ് ഡെപ്ത് ആൻഡ് റിയൽ ഡെപ്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്ലിക്കേഷൻസ് ഓഫ് റിഫ്രാക്ഷനിൽ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും സമയത്തുള്ള സണ്ണിൻ്റെ ആ സമയത്ത് മാത്രം സംഭവിക്കുന്നതല്ല. നോക്കാം നമുക്ക്. കൂടുതൽ ആ സമയത്ത് തന്നെ ഉണ്ടാവാൻ ഏറ്റവും നോണിൽ നമുക്കത് അത്ര ഫീൽ ചെയ്യില്ല. അതിൻ്റെ കാരണമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് യഥാർത്ഥത്തിൽ സണ്ണ് എവിടെയാണോ നമ്മൾ കാണുന്നത് അവിടെ അല്ല സണ്ണുള്ളത്, എസ്പെഷ്യലി ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. അതെങ്ങനെ സംഭവം? അപ്പോൾ നോക്കൂ, ഞാൻ റഫായിട്ട് ആദ്യം കാണിക്കാം. ഇതിപ്പോൾ എർത്തിൻ്റെ സർഫസ് ആണ് വിചാരിക്കും. എർത്ത്, അപ്പോൾ എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ നോക്കൂ, ഇത് ഹൊറൈസൺ അല്ലേ, ചക്രവാളം. ഇത് ചക്രവാളം. ഓക്കെ, ദിസ് ഈസ് ഹൊറൈസൺ. നോക്കൂ, ഇവിടെയൊക്കെ അറ്റ്മോസ്ഫിയർ ഉണ്ട്.
പിന്നെ സണ്ണ് നോക്കൂ, ഈ ഹൊറൈസൻ്റെ താഴെ സണ്ണാവുമ്പോഴല്ലേ നമ്മൾ സൺറൈസ് അല്ലെങ്കിൽ സൺറൈസ് ചെയ്തില്ല, ഇവിടുന്ന് പൊന്തണം, ഇവിടുന്ന് മുകളിലേക്ക് എത്തുമ്പോഴാണ് സൺറൈസ് ചെയ്യുക. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഈ ഒബ്സർവറിൻ്റെ അടുത്തേക്ക് സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയല്ല വരിക, വളരെ നേരെ വരാൻ കഴിയില്ല. അതിന് കാരണം പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ എയർ ഉണ്ട് ഇല്ലേ? ഇത് ഞാൻ എയറിൻ്റെ ലെയേഴ്സ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുക ജസ്റ്റ്. അപ്പം മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എയറിൻ്റെ ഡെൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എയറിൻ്റെ ഡെൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് ഞാൻ ഇവിടെ അടുത്തടുത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കൂട്ടി വരച്ചാൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അടിഭാഗം കൂടുതൽ ഡെൻസർ റീജിയൻ ആവും. ഡെൻസർ മുകൾ ഭാഗം, അറ്റ്മോസ്ഫിയറിൻ്റെ മുകൾ ഭാഗം റയറായിരിക്കും. അപ്പോൾ സണ്ണിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ റയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് ലൈറ്റ് വരിക. അപ്പോൾ റയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ ലൈറ്റ് എന്താ സംഭവിക്കാറ്? ലൈറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരികയാണോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ ബെൻഡ് ചെയ്യുന്നത്? പിന്നെ ഒരു മീഡിയം മാറുമ്പോഴല്ലേ ബെൻഡ് ആവുന്നത്. ഇവിടെ കണ്ടിന്യൂസ്ലി ആണ്, അല്ലാതെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ അവിടെ അങ്ങനെ ബാരിയർ വെച്ചത് അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പിന്നെ വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെയാണോ? അല്ല, ഒരു കണ്ടിന്യൂസ് വേരിയേഷനാണ്. അപ്പോൾ as light travels from sun to the observer on the surface of the earth, it continuously bends towards the normal as it travels from rarer to denser media. You got it? അപ്പോൾ ഫൈനലി റേ ഓഫ് ലൈറ്റ് നോക്കുക അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഒബ്സർവർ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ആ ഒബ്സർവർ അത് വിചാരിക്കുന്നത് അതായത് ആക്ച്വലി വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ സണ്ണ് ശരിക്കും എന്ത് ചെയ്തിട്ടില്ല? റൈസ് ചെയ്തില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം സൺ റൈസ് ചെയ്ത പോലെയാണ്. അതൊക്കെ ചക്രവാളത്തിന് മുകളിലേക്ക്, ഹൊറൈസണിന് മുകളിലേക്ക് സണ്ണ് വരുമ്പോഴാണ് നമ്മൾ സൺറൈസ് ചെയ്തെന്ന് പറയലേ. പക്ഷെ ഇവിടെ ശരിക്കും സണ്ണുള്ളത് ഹൊറൈസണിൻ്റെ താഴെയാണ്, പക്ഷെ നമ്മൾ ഹൊറൈസണിൻ്റെ മുകളിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷേ നോക്കൂ, ഇത് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തൊന്നും, ഞാൻ തന്നെ ഹൈലി എക്സാജറേറ്റ് ചെയ്താണ് ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ചില ആൾക്കാർ ഇത് എക്സാജറേറ്റ് ചെയ്ത് നോക്കൂ, സണ്ണ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കും ഇവിടെ സണ്ണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉച്ചയായി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നടക്കുമോ അല്ലേ? സണ്ണ് ഏകദേശം ഇവിടെ തലേൻ്റെ മേലെത്തിനും. ഇങ്ങനെയുള്ളത് 2 മിനിറ്റാണ് നമുക്ക് ഇങ്ങനെ അധികം കിട്ടുന്നത് ഒരു ദിവസം. മീൻസ് മോർണിംഗിൽ സൺറൈസിൻ്റെ സമയത്ത് 2 മിനിറ്റ്, സണ്ണിൻ്റെ അസാന്നിധ്യത്തിൽ 2 മിനിറ്റ്സ് നമ്മൾ സണ്ണിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൺ സെറ്റ് ചെയ്യുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും 2 മിനിറ്റ് നമ്മൾ സൂര്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യാസ്തമയം അല്ലെ സൺസെറ്റ് നമ്മളോട് ഉദ്ദേശിച്ചത് ഹൊറൈസണിൻ്റെ താഴേക്ക് സണ്ണ് വരിക എന്നാണ്. മനസ്സിലായോ? അങ്ങനെ പെർ ഡേ 4 മിനിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി വി ആർ എൻജോയിങ് സൺ ഈവൻ ഇൻ ഇറ്റ്സ് ആബ്സെൻസ്. മനസ്സിലായല്ലോ? ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സൺലൈറ്റ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സൺലൈറ്റ് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അത് നോക്കൂ, ഞാൻ നിങ്ങളുടെ മെറ്റീരിയലിൽ ഈ പിന്നെ ഡയഗ്രാം കൊടുത്തുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. എർത്തിൻ്റെ സർഫസിൽ അതിന് എർത്തിൻ്റെ ഈ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, പിന്നെ ഈ ലേയേഴ്സ് കാണിച്ചത് കണ്ടോ? എർത്തിൻ്റെ ലേയേഴ്സ് കാണിച്ചതാണ്. 1 സെക്കൻഡ്. ഓക്കെ, ഒബ്സർവർ ഇവിടെ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ആണ്. യെസ്, അറ്റ്മോസ്ഫിയറിലേക്ക് ഇവിടെ ഇങ്ങനെ ലൈൻസ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഡെൻസിറ്റി കുറയാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ലോവർ റീജിയൻ എന്താവും? റയറർ ആയിരിക്കും. അപ്പർ റീജിയൻ ലോവർ എന്താവും? ഡെൻസർ ആയിരിക്കും. ഡെൻസർ, ഇത് റയറർ, അപ്പർ റീജിയൻ റയറർ. അപ്പോൾ റയറിന്ന് ഡെൻസറിലേക്കാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ബെൻസ് കണ്ടിന്യൂസ്ലി ടുവേർഡ്സ് ദ നോർമൽ. അതാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, ഞാനൊരൊറ്റ പോയിന്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ തിളങ്ങുന്നതും ഇതുകൊണ്ടാണ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത്, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ തിളങ്ങുന്നത്. അപ്പോൾ സണ്ണിനെ പോലെ തന്നെയാണ് നമ്മൾ ആരെയും കാണുന്നത്? സ്റ്റാർസിനെയും നമ്മൾ എവിടെ കാണുക? അപ്പാരൻറ്റ് പൊസിഷനിൽ. സ്റ്റാർസിനെയും നമ്മൾ കാണുന്നത് അപ്പാരൻറ്റ് പൊസിഷനിലാണ്. കാരണം ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാർലൈറ്റ്. പക്ഷെ സ്റ്റാർസിനെ ഇങ്ങനെ നോക്കുമ്പോണ്ടില്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഇങ്ങനെ വേരിയേഷൻ വരുന്നത്. അതാണല്ലോ നമുക്കിങ്ങനെ തിളങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നത്, അതിങ്ങനെ മിന്നി കളിക്കുന്ന പോലെ. അതിൻ്റെ കാരണം എന്താണെന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നോക്കൂ, എഗെയിൻ എർത്താന്ന് കരുതിക്കോളൂ. എർത്തിൻ്റെ സർഫസ്, ഇവിടെ ഒരു സ്റ്റാർ. അപ്പോൾ എൻ്റെ അറ്റ്മോസ്ഫിയറിലൂടെ വേണം ലൈറ്റ് ഇങ്ങോട്ട് എത്താൻ. അതിന് ഏത് ഭാഗത്താണെങ്കിലും, ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും
അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ അറ്റ്മോസ്ഫിയറിലൂടെ കാണാമല്ലോ ലൈറ്റിന് ഇങ്ങോട്ട് എത്താനും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ സംഭവിക്കുമെന്നറിയോ? നേരത്തെ പറഞ്ഞ പോലെ അപ്പാരൻറ്റ് പൊസിഷനിലാണ് കാണുക. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതേ കേസ് ഇതിലേക്ക് സ്റ്റാറിനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പാരൻറ്റ് പൊസിഷനിലാണ് സ്റ്റാറിനെ കാണുക എന്നുള്ളത് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. പക്ഷെ തിളക്കം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാറിൽ നിന്ന് ലൈറ്റ് എർത്തിലേക്ക് എത്തുമ്പോൾ ദ ലൈറ്റ് ഹാസ് ടു പെനിട്രേറ്റ് ദ എൻറ്റയർ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അത് സണ്ണെന്നാണെങ്കിലും അങ്ങനെ തന്നെ വേണം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അറ്റ്മോസ്ഫിയറിൽ ഒരു പോയിന്റ് എന്ന് കരുതിക്കുന്നു. ഈ പോയിന്റിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും എന്തല്ല, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല. ഈ പോയിന്റിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല. കാരണം മഴ പെയ്യുമ്പോൾ, കാറ്റ് വീശുമ്പോൾ, പ്രഷർ വേരിയേഷനൊക്കെ മൂലം അതിങ്ങനെ ആ അറ്റ്മോസ്ഫിയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് റയറാണ് എന്നുള്ള പോയിന്റ് അവിടെ നിലനിൽക്കട്ടെ. അത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ഷാർപ്പ് കോൺസ്റ്റൻറ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടില്ല. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും ഡ്യൂ ടു മെനി ഫാക്ടേഴ്സ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സ്റ്റാറിനുള്ള ലൈറ്റ്, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് ലൈറ്റിൽ വരുന്ന ബെൻഡിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുകയാണ്. എന്ന് വെച്ചാൽ സ്റ്റാറിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കളിക്കും. അപ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിന്നെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യാം? അത് മിന്നിക്കളിക്കുന്ന പോലെ ഫീൽ ചെയ്യും. മുൻ വർഷം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മുൻ വർഷങ്ങൾ, ഈ പോയിന്റ് ഞാൻ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ നോട്ട്സിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ഈ സ്റ്റാർ ലൈറ്റ്. അപ്പോൾ നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് അത് കൊടുത്തോളൂ. ആ ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസും കൂടെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റും കൊടുക്കാം. at any particular point the refractive index of the atmosphere is not a constant but continuously fluctuating due to pressure variation etc. അപ്പോൾ അതുകൊണ്ട് hence the apparent position of the star also varying, also changes continuously, hence feel twinkling. ഓക്കെ, ആ കാര്യം നിങ്ങളവിടെ എഴുതി ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ മുൻ വർഷങ്ങളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടികൾ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മൂണ് ട്വിങ്കിൾ ചെയ്യുന്നില്ല? മൂൺ എന്തുകൊണ്ട് ട്വിങ്കിൾ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ സണ്ണിന് എന്താ അത് അത്ര ഫീൽ ചെയ്യാത്തത്? അപ്പോൾ കൂടുതൽ മൂണിനെ പറ്റിയാണ്. കാരണം സണ്ണിൻ്റെ നമ്മൾ അത്ര ഫോക്കസ് ചെയ്യില്ലല്ലോ സണ്ണിലേക്ക്. മൂണിലേക്ക് നമ്മൾ സ്റ്റാറും മൂണും ഒക്കെ ഒരുമിച്ച് നമ്മൾ കാണുന്ന സന്ദർഭം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ അതില്ലാത്തത് എന്ന് ചോദിക്കലുണ്ട്. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് വളരെ കൂടിയിട്ടത്ത് ഞാനൊരറ്റത്തുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ദൂരെ അകലെ, നിങ്ങൾ എന്നെ കാണുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു LED ലൈറ്റ് ഉണ്ട്. LED ബൾബ് മനസ്സിലായില്ലേ? LED ഏത് LED? വലിയ ലൈറ്റ് അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പിന്നെ ബസ്സുകളിലും ഒക്കെ കണ്ടില്ലേ, നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിനുള്ള ചെറിയ മൈന്യൂട്ട് LED. ആ ഒരു LED ലൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. LED ഒക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട് പാർട്ട് 2-ൽ. ആ പാർട്ട് 2-ൽ തന്നെ, ഈ പാർട്ട് 2 ആണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു ചാപ്റ്റർ, ലാസ്റ്റ് 14th ചാപ്റ്റർ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു LED ലൈറ്റ്, ഞാൻ ഉദ്ദേശിച്ച LED ലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റെഡ് കളറിലൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ദൂരെ നിൽക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ LED ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ലൈറ്റ്, അവിടെ ഒരു റെഡ് ലൈറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഞാനത് കണ്ടിന്യൂസ്ലി കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു റെഡ് ലൈന് പോലെയല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം? ഓക്കെ അല്ലേ? അതും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നോക്കൂ, ഞാൻ നിങ്ങൾ ദൂരെയുള്ളത് ഞാൻ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? അവിടെ എന്തോ ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നിക്കളിക്കേണ്ടതെന്നാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. എന്തോ ഒരു ലൈറ്റ് അവിടെ മിന്നിക്കളിക്കേണ്ടത്, മനസ്സിലായോ? ഒരു ലൈറ്റ് മിന്നിക്കളിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഇനി ഞാൻ നോക്കാം, വലിയൊരു ബൾബ് എൻ്റെ കയ്യിലുണ്ട്, വലുത്. ഞാൻ ആ ബൾബ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മിന്നി കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുക? ഇല്ല, ഫീൽ ചെയ്യില്ലല്ലോ. അത് തന്നെയാണ് നമുക്ക് മൂണിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂൺ ഈസ് എൻ എക്സ്റ്റെൻഡഡ് ലൈറ്റ് സോഴ്സ്, കുറച്ചുകൂടി ലാർജർ ഇൻ സൈസാണ്. സ്റ്റാറാണ് വലുത് നമുക്കറിയാം, മൂണിനേക്കാൾ എത്ര വലുതാണ് സ്റ്റാർ. പക്ഷെ നമുക്ക് ഒരു ലൈറ്റ് സോഴ്സ് എന്നുള്ള രീതിയിൽ സ്റ്റാർ എന്താണ്? പോയിന്റ് ലൈറ്റ് സോഴ്സാണ്. കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്, മൂണിൻ്റെ അത്ര ഇല്ല നമുക്ക്. അപ്പോൾ മൂണ് നമുക്കൊരു വലിയതാണ്. അപ്പം മൂണിനും ഇതേ സംഭവം ഉണ്ട്. പക്ഷെ മൂണിന് ഈ ഫ്ലക്ച്വേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്താ പ്രശ്നം? അത് സൈസ് കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ പൊസിഷനിൽ വരുന്ന മൈന്യൂട്ട് വേരിയേഷൻ നമുക്ക് ട്വിങ്കിൾ ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് തരില്ല. എന്നാൽ സ്റ്റാറിൻ്റെ കേസിൽ നമുക്കത് കിട്ടുകയും ചെയ്യും.
മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ്, ഈ 3 പോയിന്റ്സാണ് നമ്മൾ പിന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വലിയ പ്രയാസമായിരിക്കും കേട്ടോ. ക്ലാസ്സുകൾ ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ കാര്യങ്ങളൊക്കെ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് ഏറെ പ്രയാസപ്പെടും. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ശരിക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ നോർമൽ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ളതാണ് വസ്തുത. നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക കേട്ടോ. താങ്ക് യു.